സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിന് ഇന്ന് നിർണായകമാണ്. അധിക കടമെടുപ്പിനായുള്ള കേരളത്തിന്റെ ഇടക്കാല ഹർജിയിൽ സുപ്രീം കോടതിയുടെ വിധി ഇന്നുണ്ടാകും. 10,000 കോടിയെങ്കിലും അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണം എന്നാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യം. ഇപ്പോൾ ആർ രാധാകൃഷ്ണൻ ഉണ്ട് ഡൽഹിയിൽ നിന്ന്. ആർക്കെ, ഇന്ന് കേരളത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമാണ്. കേരളം കാത്തിരിക്കുന്നത് അധിക കടമെടുപ്പിന് വേണ്ടിയുള്ള പരിധി അല്ലെങ്കിൽ വായ്പാ പരിധി കൂട്ടും എന്നുള്ളതാണ്. അധിക വായ്പ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അനുകൂലമായ ഒരു വിധി പ്രതീക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിനുണ്ടോ? ഏറ്റവും ശക്തമായിട്ടുള്ള വാദമുഖങ്ങളാണ് ഗോപി കേരളം ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ അത്രയും പരിതാപകരമാണ് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു അനുകൂല സമീപനം എടുക്കാൻ സുപ്രീം കോടതി കേരളത്തോട് നിർദ്ദേശിച്ചത്. പക്ഷേ അപ്പോഴാണ് സുപ്രീം കോടതിയിൽ കേന്ദ്രം സംസ്ഥാനത്തിന് സാമ്പത്തിക അച്ചടക്കമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇപ്പോൾ 10,000 കോടിയെങ്കിലും കടമെടുക്കാനായിട്ട് അടിയന്തരമായിട്ട് കടമെടുക്കാനായിട്ടുള്ള അനുവാദം ആണ് കേരളം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നിന്ന് അല്പസമയത്തിനകം ഉണ്ടാകും. ഇപ്പോൾ കോടതിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ജഡ്ജിമാര് ബെഞ്ചിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജസ്റ്റിസ് സൂര്യകാന്തിന്റെയും ജസ്റ്റിസ് കെ വി വിശ്വനാഥിന്റെയും ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. വളരെ ശക്തമായിട്ടുള്ള വാദം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ കേരളം ഈ ഫെഡറൽ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാകുന്ന സമീപനങ്ങളാണ് സംസ്ഥാന സർക്കാർ പുലർത്തുന്നത് എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് ഈ GSDPയുടെ 3% മാത്രമേ സംസ്ഥാനത്തിന് കടം എടുക്കാനായിട്ട് അനുവാദം നൽകുന്നുള്ളൂ എന്നത് അതൊരു തെറ്റായ കീഴ്വഴക്കമാണ് എന്ന വാദം ഉന്നയിച്ചിരുന്നു. അത് ഒരു നയപരമായിട്ടുള്ള വിഷയമാണ്. അക്കാര്യത്തിൽ സുപ്രീം കോടതി ഏതെങ്കിലും അനുകൂല സമീപനം എടുത്താൽ അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളിൽ പോലും ഉണ്ടാക്കുന്ന വിധത്തിലാണ്. ഈ ഒരു പശ്ചാത്തലം ഉണ്ട്. അതുകൊണ്ട് 3% മാത്രമേ എടുക്കാവൂ എന്ന നടപടി അല്ലെങ്കിൽ ആ നിർദ്ദേശം അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് സംസ്ഥാനം പറഞ്ഞിരുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും സുപ്രീം കോടതി ഇന്ന് നിലപാട് വ്യക്തമാക്കുക. ഏതാണ്ട് 32,452 കോടിയാണ് ഈ സാമ്പത്തിക വർഷം, ഇപ്പോഴത്തെ ഇനി വരുന്ന സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കാൻ കഴിയുക എന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇനിയുള്ളത് ഈ ഏതാണ്ട് 3,600 കോടി രൂപയോളം ഓരോ മാസം കടമെടുത്തുകൊണ്ടാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ 5,000 കോടി നൽകി കഴിഞ്ഞാൽ പിന്നെ 2,000 കോടി മാത്രമേ ഓരോ മാസം കടമെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതായിരുന്നു കേന്ദ്രത്തിന്റെ വാദം. ഏതായാലും ഈ രണ്ട് വിഭാഗത്തിന്റെ വാദങ്ങൾ ഏതാണ്ട് 2 ദിവസം എടുത്ത് കോടതി കേട്ടതാണ്. അക്കാര്യത്തിൽ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഈ കേരളം സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ അനുകൂലമായിട്ട് ആണ് ഉത്തരവെങ്കിൽ അത് ഇനിയുള്ള ഘട്ടങ്ങളിലും സംസ്ഥാനത്തിനെ സംബന്ധിച്ച് ഒരു സംസ്ഥാനം സമർപ്പിക്കുന്ന ആവശ്യങ്ങളിൽ കേന്ദ്രം എടുക്കേണ്ട സമീപനം സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് കീഴ്വഴക്കം കൂടി ഉണ്ടാക്കുന്നതായിരിക്കും. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. 10,000 കോടി രൂപയെങ്കിലും അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണം എന്നതായിരുന്നു കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കേരളത്തെ സംബന്ധിച്ച് ഇന്നത്തെ സുപ്രീം കോടതി വിധി ഏറെ പ്രാധാന്യമുള്ളതും നിർണായകവുമാണ്. അധികം വൈകാതെ തന്നെ കോടതി വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.